നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതാരാ? ആക്സിഡന്റിൽ മരിച്ചുപോയ അനിയത്തി മാധുരിയോ? ആ, ഇങ്ങനൊരു മുറി ഉണ്ടായിരുന്നല്ലേ? അല്ല, ഈ മുറി പരിശോധിച്ചതാണല്ലോ. ആര്? മാഡം, ACP മാഡം. ഓ, മാഡം പരിശോധിച്ചല്ലേ? പരിശോധിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. പിന്നെന്താ ഈ മുറി ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്? അത് പിന്നെ എന്റെ അനുജത്തി മാധുരിയുടേത് ഒരു ദുർമരണമായിരുന്നല്ലോ. ഓ, അവളുടെ ബെഡ്റൂം ആയിരുന്നു അത്. അവളുടെ എല്ലാ സാധനങ്ങളും അതിനകത്ത്. ശരി. മാഡത്തിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഏയ് ഇല്ല. മീനാക്ഷി ഇവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞോ, അവളെ തിരികെ കൊടുത്ത് നമുക്ക് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം. ഏയ്, മീനാക്ഷി ഇവിടെ ഇല്ല സഹീറ. അല്ല മാഡം, ഈ മുറി മാത്രം എന്താ പൂട്ടിയിട്ടിരിക്കുന്നത്? അത് കൊല ചെയ്യപ്പെട്ട എന്റെ അനിയത്തി മാധുരിയുടെ മുറിയാ ഇത്. അതാ പൂട്ടിയിട്ടിരിക്കുന്നത്. ഇതൊന്നും തുറന്നേ. തുറക്കാനല്ലേ പറഞ്ഞത്? ഇതാരാ? ആക്സിഡന്റിൽ മരിച്ചുപോയ അനിയത്തി മാധുരിയോ? ഇനിയും നുണ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? സോറി മാഡം. ഇത് മീനാക്ഷി തന്നെയല്ലേ? അതെ. വാ.
അടച്ചോ. എന്താ കൃപ, എല്ലായിടത്തും പരിശോധിച്ചോ? ആ, പരിശോധിച്ചു മാഡം. മാഡം ഈ മുറി പരിശോധിച്ചായിരുന്നോ? അതെ. നമുക്കൊന്നുകൂടി ആ മുറി പരിശോധിച്ചാലോ? അതിന്റെ ആവശ്യമില്ല, ഞാൻ നന്നായിട്ട് പരിശോധിച്ചതാ. കൃപ, ആ കിച്ചൺ ഒന്ന് സെർച്ച് ചെയ്യ്. നോക്കാം മാഡം. ഇന്ദ്രജ മാഡം ഒന്ന് ഭയന്നു, വെറുതെ എന്നെ സംശയിച്ചു. ACP സഹീറയ്ക്ക് ഒരേ ഒരു നിലപാടേ ഉള്ളൂ. ആ സ്റ്റാൻഡിൽ മാത്രമേ ഞാൻ നിൽക്കൂ. എന്റെ മനസ്സിനെ കുത്തി നോവിച്ചവനോടും അവനെ സ്നേഹിക്കുന്നവരോടുള്ള റിവെഞ്ച്, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാനൊരു നിമിഷം സംശയിച്ചു പോയി. മനുഷ്യരല്ലേ സഹീറ? സോറി. സാരമില്ല, ഞാൻ പെട്ടെന്ന് പ്രയോഗിച്ച ബുദ്ധി ഇത്. ഈ റെയ്ഡിന് ഞാൻ തന്നെ മുൻകൈ എടുത്തതിന്റെ കാര്യം അറിയാലോ. എനിക്ക് മനസ്സിലായി. അതായത് ഇക്കാര്യവും പറഞ്ഞ് ഗിരീഷ് നമ്പ്യാരും നന്ദിനിയും മറ്റാരെയും സമീപിക്കരുത്. സമീപിച്ച കാര്യങ്ങൾ മാറിപ്പോവും, നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോവും. മറ്റാരെങ്കിലുമാണ് കമ്മീഷണർ റെയ്ഡിന് വിട്ടിരുന്നെങ്കിൽ ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കൊന്നുമില്ല. എനിക്കറിയാം സഹീറ. എനിക്ക് ഉപകാരങ്ങളെല്ലാം ചെയ്തു തന്നതിന് താങ്ക്സ്. ഞാനിത് മനസ്സിലാക്കുന്നു. ഗിരീഷ് നമ്പ്യാരുടെ സപ്പോർട്ടോടെ നന്ദിനി കോടതിയെ സമീപിച്ചാൽ അവര് നിയമിക്കുന്ന ഉദ്യോഗസ്ഥരായിരിക്കും റെയ്ഡിന് വരിക. കറക്റ്റ്. ഇതിപ്പോ റെയ്ഡ് നടന്നു, അവളെ കിട്ടിയില്ല, നമ്മുടെ ഭാഗം ക്ലിയർ ആകുകയും ചെയ്തു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.